Hi dears, welcome back to my channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഗോതമ്പ് പൊടി വെച്ച് തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു അടിപൊളി പലഹാരമാണ്. നല്ല കിഡിലൻ ടേസ്റ്റ് ആണ് ട്ടോ ഇത് കഴിക്കാനായിട്ട്. ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാവും. ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവരെപ്പോൾ പാത്രം കാലിയാക്കിയെന്ന് ചോദിച്ചാൽ മതി. മാത്രമല്ല അവർ വീണ്ടും വീണ്ടും ഇത് ഉണ്ടാക്കി തരാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യും. അത്രയ്ക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ കാണുന്ന ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്യണേ. ഇനി നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് തയ്യാറാക്കി കാണിക്കുന്നത്. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പാൻ വെച്ചെടുക്കാം. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നെയ്യ് ചൂടായ ശേഷം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ള 1 കപ്പ് ഗോതമ്പ് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നെയ്യിലിട്ടിട്ട് ഈ ഒരു ഗോതമ്പ് പൊടി നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഗോതമ്പ് പൊടി വേറെ വേവിച്ചെടുക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് കുറച്ചധികം സമയം നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. ഈ നെയ്യൊക്കെ നന്നായിട്ട് എല്ലായിടത്തും ആവുന്ന രീതിയിൽ നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 5-6 മിനിറ്റ് ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പം മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ട് വറുത്തെടുക്കേണ്ടത്. ഒരുപാട് ഹൈ ഫ്ലെയിമിലും വെക്കരുത്, ഒരുപാട് ലോ ആക്കി വെക്കുകയും വേണ്ട. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. അപ്പോഴേക്കും ഇത് റെഡി ആയി കിട്ടും. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതിവിടെ ഇതിൻ്റെ ചൂടൊക്കെ കുറച്ചൊന്ന് ആറിയിട്ടുണ്ട്. നമുക്ക് ചൂടാറിയ ശേഷമാണ് ബാക്കി ചേരുവ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഒരു 1/2 കപ്പിൽ കൂടുതലൊക്കെ ഉണ്ടാവും, 3/4 കപ്പിൻ്റെ അടുത്തുണ്ടാവും ഇത് പൊടിച്ചെടുക്കുമ്പോൾ. അപ്പോൾ അത് കുറച്ചായിട്ട് ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ 2-3 പ്രാവശ്യമായിട്ട് പഞ്ചസാര മുഴുവനായിട്ട് ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്കപ്പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 ടീസ്പൂണോളം ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പഞ്ചസാരയും കൂടെ കൂട്ടി പൊടിച്ചതാണ് കേട്ടോ, അതാണ് വെള്ള കളറിൽ കാണുന്നത്. ഏലക്ക മാത്രമായിട്ട് പൊടിച്ചതാണെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരല്പം പാലാണ്. അപ്പോൾ പാൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരല്പം ചുടുവെള്ളത്തിൽ പാൽപ്പൊടി കലക്കിയെടുത്താലും മതി. എന്നിട്ട് ഇതിലേക്ക് ഒരല്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു ഗോതമ്പ് പൊടി നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്, ഇതുപോലെ ഒരു നനവിന് വേണ്ടിയിട്ടാണ് പാല് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പാല് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. കൂടി പോകാതെ ശ്രദ്ധിക്കണം. കൂടി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാനും കട്ട് ചെയ്തെടുക്കാനും ഒന്നും കഴിയില്ല. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാല് എല്ലായിടത്തും എത്തുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാല് ചേർത്ത് കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് നെയ്യ് ചേർത്ത് കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഒരു 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്ക് നെയ്യാണോ പാലാണോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലേക്കോ അതല്ലെങ്കിൽ ഇതുപോലൊരു ബോക്സിലേക്കൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ ഒരു ബോക്സിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ ഇതിൽ നെയ്യാണ് ആക്കി കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു മാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സ്പാച്ചുലയോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതിവിടെ നല്ലപോലെ പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇവിടെ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ നിന്നൊന്ന് മാറ്റി നോക്കാം. അപ്പോൾ ഇതുപോലെ നമുക്കിത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം.
അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. നമുക്ക് പേട കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിലും സോനാ പപ്പടിയുടെ ആ ഒരു ടേസ്റ്റിലൊക്കെയാണ് കേട്ടോ ഇത് കഴിക്കുമ്പോൾ തോന്നുന്നത്. അപ്പോൾ എല്ലാവരും കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കണം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയിട്ടുള്ള നല്ല മധുരമുള്ളൊരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് തയ്യാറാക്കിയെടുത്തതെന്ന് നമുക്ക് കഴിക്കുമ്പോൾ മനസ്സിലാവുകയില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലുള്ള ഈസി വെറൈറ്റി റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്